ഹായ് ഡിയേഴ്സ്, ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ് കേട്ടോ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇക്കയും മോനൊക്കെ പോയതിന് ശേഷം ഞാൻ പതിയെ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ പ്രാർത്ഥന നിരതാവണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഖുർആനിലാണ് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം അൽക്കഫോദിൻ്റെ ദിവസമാണെന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഊതിയതിന് ശേഷം ഞാൻ പിന്നീട് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ദിവസം ഓരോരോ തോന്നലാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഞാൻ റെഡിയാക്കി വെച്ചിരുന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഈ സൈഡിലോട്ട് ആക്കിയാലോ. അപ്പോൾ ആദ്യം ഒട്ടിച്ചിരുന്ന കുറേ സംഭവങ്ങളൊക്കെ വലിച്ച് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് വ്ലോഗാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വ്ലോഗായിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ടേബിൾ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാനർ കേട്ടോ. ഈ ഒരു ഡയറി എന്ന് പറയുന്നത് കല്യാണം കഴിയുന്ന സമയം തൊട്ട് ഞാൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള എൻ്റെ ഡയറിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്, എൻ്റെ സ്പെഷ്യലാണ്. അപ്പം അങ്ങനെ ടേബിളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിതെല്ലാം ഒന്ന് ടൈഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു മിനിമലായിട്ടുള്ള ഡെക്കറേഷൻസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കണമെന്നും കൂടെ വിചാരിക്കുന്നുണ്ട്. ടേബിളൊന്നും കൂടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വേസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ പ്ലാനിങ്സ് എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഒഴിവുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഞാൻ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി ഇരിക്കാറുള്ളത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റക്കായതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ ഞാൻ മന്തിയെല്ലാം ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിന്ന് ചെറിയ രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്തോ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിന്ന് ഒരു സാധാരണ ഫുഡാണ്. അപ്പം മുട്ടയൊക്കെ പൊരിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടം ഉണ്ടാകുമ്പോഴും നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എൻ്റെ ബോഡിയിൽ കാണാനുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഹെൽത്തി ഫുഡൊക്കെ ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു PCOD രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡയറ്റ് കേട്ടോ. അപ്പോൾ അത് തന്നെ ലഞ്ചും ഡിന്നറൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ട. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ നല്ല ബിരിയാണിയോ മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് തോന്നും. പക്ഷെ ഇന്ന് ഞാൻ അവർക്ക് മാത്രം കുക്കറിൽ കുറച്ച് വെച്ചിട്ടുള്ളായിരുന്നു. അത് എനിക്കിങ്ങനെ ചെറുതെന്തെങ്കിലും മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വഴുതനങ്ങ പൊരിച്ചിട്ട് മോരൊഴിച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ പൊരിച്ചതും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു സിമ്പിൾ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു പീസ്ഫുൾ ഡേ വ്ലോഗ്.